So here we go. അറട്ടിക്കാണ്. Okay, let's go. Ladies and gentlemen, you are not ready for this. Adults only. Weight feel criminal, blood on my hands, yeah, the road was subliminal. I'm real quick to come without war, so I sharpen my silence and kick down the door. Prayers in my chest, but the demons still answer. Step forward, make the picture more cancer. I don't chase peace, I make chaos surrender. Built from the fire, I was forged to an animal and ഇതിനു മുന്നേ ഇത്ര കിടിലൊരു ഇൻട്രോ ഇതിന് കിട്ടിയിട്ടില്ല. എന്റെ ആളി എന്തിനു ടൈറ്റിൽ കാർഡ് ശരിയാളിയാ. रहमान डकैत की दी हुई मौत बड़ी कसाई नुमा होती है. പാട് മതി പാട്. ഒരു അടിപൊട്ട്. ഹലോ നിങ്ങളാണോ? കൊറേ പേരുണ്ട്. ചുമ്മാ ഒന്ന് കണ്ടേം ചെയ്താ കൊണ്ടുപോകണം കയറിയെടുത്ത് കൊണ്ടുപോകണം. ഒറ്റ എടാ കൈ പൊക്കി കൊണ്ടുപോയാടാ. എന്താ ബ്രോ വന്നിട്ട് ബ്രോ ഒന്ന് ഇടിച്ചിട്ടൊന്ന് സോറിന്ന് പറഞ്ഞോടോ ബ്രോ. ഇതൊക്കെ തെറ്റല്ലേ ബ്രോ? എന്റെ ഇടിച്ചില്ല ബ്രോ. ബ്രോ ഇടിച്ചില്ല ബ്രോ. ഇടിച്ചിട്ട് മറ്റേ പിന്നെ നീ വണ്ടി നിർത്തിയേ? വണ്ടിയല്ലേ വെറുതെ നിർത്തിയാണോ ബ്രോ? രാവിലെ കൊണച്ചിട്ട് പോയായിരുന്നു, പക്ഷെ നമ്മൾ അറിയത്തില്ല ആരാണ്. അല്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങിയ കാലിന് വല്ല റെഡ് സാധനം ഇട്ടുണ്ടോ? ഏത് കണ്ടിയാണ് അടിക്കല്ലേ? വരുത്തൊന്നുമില്ല. നോക്കാടാ ജസ്റ്റ് ഇല്ല അവൻ പോയി. ഇല്ല വണ്ടി Why are they laughing at you? ട്രൈ ഹാർഡ്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വേണം, എന്തൊക്കെ വേണം. I know you did something. That's why they are so frustrated. ഞാൻ പറഞ്ഞിരുന്നു, നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഞാൻ പകരം ചെയ്യും. ചെലക്കല്ലേ നിനക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ല. 5 മിനിറ്റ് ആയിട്ടാ. 5 മിനിറ്റ് ആയിട്ടാ. പട്ടണം കെട്ടണം പട്ടിന് കിട്ടണം നമ്മടെ കെട്ടുകഥ.
നീ ഇപ്പോഴും വളർന്നിട്ടില്ലല്ലോ മോളെ. നീ എത്ര കാലമായടാ. നീ ഇപ്പോഴും മനസ്സിലാക്കണം, നമ്മളത്ര വളരുമ്പോ നീ വാ കേട്ടോ. നമുക്ക് ഓർച്ച എടുക്കാൻ അറിയത്തില്ലല്ലേ? ഈസി റിഫ്രഷ് അടിച്ച് അടിയടാ. അല്ലടാ നിന്റെ കൂട്ടത്തിലുള്ളവൻ പറയുന്നില്ല നമ്മളെങ്ങ് അടിച്ചു മലത്തിന്. എപ്പോഴാണ് നീ അടിച്ചു മലത്തി ഒന്ന് പറഞ്ഞാക്കാതെ? തീട്ടങ്ങളെ അടിച്ചിട്ട് അവരുടെ പോയി മെസ്സ് അടിച്ചതുപോലെ നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കണം. നീ ആരാണ് നിന്റെ വിചാരം? ബാക്കി കിട്ടിയോ? വായി കിട്ടിയത് കണ്ടോ? ലോബി മാറി ബ്രോ, ലോബി മാറി. അതേളകി ഒന്നേരൊക്കെ വന്നിട്ട് ചുമ്മാ കാണാ. അവന്റെ 5ാം കളി മറ്റേ സ്കേറ്റ് പാർക്ക് തീരെ മണിച്ചാലുണ്ടായിരുന്നു. ഒന്ന് നിർത്തിപ്പോ. എന്തോ പറഞ്ഞായിരുന്നല്ലോ, ദേ ഇവിടെ നിൽക്കുന്നില്ലേ? നീ അവിടെ ഇരുന്ന് നോക്കട്ടെ. നീ അവിടെ കേട്ടത്. ഹലോ എടാ 67 റേഡിയോയിലിരുത്തി ആരെങ്കിലും ഒരാളെ റേഡിയോ ആയിരുന്നു സംസാരിക്കാൻ പറഞ്ഞു. ബ്രോ അപ്പൊ അവരെ അടിച്ചാൽ ഞങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. എന്തായാലും നമ്മുടെ ചെറുക്കനെ ചെറുക്കനെ കൊന്നിട്ടേ വിടത്തുള്ളൂ. ഞങ്ങൾക്ക് പക്ഷേ ടർഫുണ്ട്. ആ ടർഫ് കഴിഞ്ഞിട്ട് പ്രീവാർ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നമ്മളൊരു 10-12 വരെയൊക്കെ ഉള്ളൂ. എന്നിട്ട് നാളത്തേക്ക് ആക്കിയാലോ വാറും പ്രീവാറും. എനിക്ക് അറിയില്ല, അത് ഞാൻ പറഞ്ഞില്ല. ഇവിടെ 24 hours വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാലോ നാളെ കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, 24 hour ആണ് ഒരു സിറ്റുവേഷന്റെ ടൈം. ഒഫീഷ്യലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രീവാറ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനകത്ത് എന്തൊക്കെ ഉള്ളത് തീർക്കണം. അത് തീർത്തില്ലെങ്കിൽ അത് ഡ്രോപ്പ് ആവും. നിക്കടാ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചന്ദ്ര അണ്ണൻ കയറുന്നുണ്ട്. അണ്ണൻ Step aside, mother. I said 23 over 90 spree. You just set me free. VIP walking easily with some cash on me. No PG, Dr. Melody, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23. അണ്ണനെ കണ്ട പഠിക്കാന്ന് പറഞ്ഞു. ആളുണ്ടോ? എനിക്ക് ആളുണ്ടോന്ന് അറിഞ്ഞൂടാ. അത് ഞാൻ വന്നതേ ഉള്ളൂ. ഞാൻ അണ്ണൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ അടിയുണ്ടെന്ന്. നമ്മൾ 4 പേരുണ്ട്. 25 ഇല്ല. എടാ ജയിച്ചു തോറ്റൊന്നും നോക്കണ്ട. ഹലോ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിനെ കൊണ്ടുപോയതാ. അപ്പൊ നമുക്കത് വേറെ ദിവസത്തേക്ക് മാറ്റണ്ട. ജയിച്ചാലും തോറ്റാലും ഇന്ന് തന്നെ ചോദിച്ചോണ്ട് തീർക്കാം. ഇപ്പൊ എന്താ പ്ലാൻ എന്താണെന്ന് നോക്കാം. പ്ലാൻ എന്താ? ഉള്ളവരെ വെച്ച് അടിക്കാം. ഇല്ല നമുക്ക് ഇന്ന് ഉള്ളവരെ വെച്ചിട്ട് ഇത് ചെയ്യാം. കണ്ടിന്യൂ, കുഴപ്പമില്ല. കോംപ്ലിക്കേറ്റ് ആക്കണ്ട. I said 23 over 90 spree. You just set me free. VIP walking easily with so casually. No PG, Dr. Melody, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23. I said 23. എന്ത് വെച്ചടാ മക്കളെ, കളിക്കാൻ പറ്റിയില്ല ഈ തവണ. ഇവനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ ഉള്ള കണ്ടി. ഓഹോ വയ്യാണ്ടായില്ലേ? പെയിൻ കില്ലർ വാങ്ങിച്ചു കഴിച്ചോ? Save Gotham. I failed. Why do we force? So that we can learn to pick ourselves up. I'm not as strong as you. No.
You're stronger. വയനാട്ടിൽ പാവം കുടിയേറ്റക്കാരോട് കാണിച്ച ചെറ്റത്തരമല്ലോ ഇവിടെ ഈ ഇടവകയിൽ ഇറക്കിയ കത്തിച്ച് കളഞ്ഞ. നിങ്ങളെ പോലെ 4 ആൺമക്കളല്ലേ അവിടെ 500 എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല? ബുദ്ധിയില്ലാഞ്ഞിട്ടോ ശക്തിയില്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ. നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ്. സ്കൂള് മുതലുള്ള ശീലമാണ്. അതിപ്പോ എത്ര വലിയവനാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചടിക്കും. പെയിൻ കില്ലർ വാങ്ങിച്ചു കഴിച്ചോ. ഇതിലും ഡോസില് ഞാൻ എഴുതുന്നുണ്ട്. അവൻ ഐജനെ കാണിച്ചിടാം. അവൻ എന്തുവാ ഡൗൺ 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 ഡൗൺ. ഇങ്ങനെ പോകുന്നു. ഇവിടെ നിന്ന് കറക്കി അങ്ങിടുന്നു. ഓടി ഓടി വരണവന്മാര് വീട്ടിലിരുന്ന് അടിക്കുന്നു. ഓ അളിയാ, അതെന്തൊരു ഫ്രെയിം! ഇതിന്റെ ഏറ്റവും കണ്ണിമുട്ടി നടക്കുന്ന ഇവനാണ്. ഇവനെ മാത്രം മനസ്സിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നീ കണ്ടത് എന്താണെന്ന് പറ. ഞാൻ കണ്ടിട്ടുണ്ട്. മരണം അവന്റെ കൺമുന്നിൽ വന്ന് നിന്നപ്പോ കത്തിയായി മാറി നിന്നവൻ. നിന്നെ പോലുള്ള മൊണ്ണ ലീഡർ അല്ലേടാ നമുക്കുള്ളത്. എടാ എന്റെ പൂച്ചയായിട്ട് ഞാൻ കടിച്ചു വന്നെ കേട്ടാ. സ്റ്റീവിനൊന്ന് മാറ്റി നിർത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലല്ല മാറ്റിക്കോ ബ്രോ. ഇനിയിപ്പോ വേറെ ഈ കരച്ചിലേക്കാൻ വയ്യ ഞങ്ങൾക്ക്. എടാ സ്റ്റീവേ അവന്മാര് ഭയങ്കര കരച്ചിലടാ കിടന്നത്. നീ ഇറങ്ങിക്കൊടാ സ്റ്റീവേ. അവന്മാരെ കരച്ചിലേക്കാൻ വയ്യടാ. നീ ഇറങ്ങിക്കൊടു. പണ്ടൊരു കഥ ഉണ്ടോ സ്റ്റീവിന്റെ? അങ്ങനെ അത്രയോ പണ്ട് ആതിരപ്പള്ളി പ്രൊഫഷണൽ നടത്തി പ്രകൃതിരമണിയെ പറമ്പിൽ വെച്ചാണ് ഞാൻ അവന്റെ കൊച്ചു കൂടി പള്ളി പൊളിച്ചത്. വെള്ളത്തിലടി വെച്ച് അങ്ങനെയാണോ ഉണ്ടായത്? മനസ്സിലായ? അവൻ പോയതല്ലടാ, പിന്നെ ചവിട്ടിയൻ. അവൻ പോയതല്ലടാ, പിന്നെ എന്തിനാടാ ചവിട്ടിയൻ? മച്ചു ഇല്ലാത്ത ചുണ്ടിക്ക് ഇത്ര റിയാക്ഷൻ വേണോ?
പറമ്പ് വെച്ച ഞാൻ പന്നിയത്. ഓടി ഓടി വരണവന്മാരെ കിടക്കണമുണ്ടേ. കൂടെ ആരുമില്ലാന്ന് തോന്നിയാൽ, എല്ലാം നഷ്ടമായും തോന്നിയാൽ തല ഉയർത്തി നോക്കാം. ആ തീ അത് ഞാനാണ്. ഇന്ന് നിന്റെ അവസാനമാണ്. ഓക്കെ കൊമ്പ, ബൈ ബൈ. എനിക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വേണം, എന്തൊക്കെ വേണം? നമ്മുടെ വണ്ടിന്റെയാ? നമ്മളെ വണ്ടിയുടെ മേളത്തെ ലൈറ്റ് വേണം ചന്ദ്രന്. ഞാൻ പറഞ്ഞു നീ ഒന്ന് ഇളക്കിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. നിന്റെ ഹെഡ്ലൈറ്റ് നീ ഹെഡ്ലൈറ്റ് ഇല്ലാണ്ട് ഓടിച്ചു എനിക്ക് എന്റെ ഹെഡ്ലൈറ്റ് കോപ്പി അടിച്ച് എന്റെ വണ്ടിയിൽ നിന്ന് കോപ്പി അടിച്ച് ഹെഡ്ലൈറ്റ് വെച്ചോണ്ട് നടക്കുക. നാണയില്ലാത്തവന്മാര്. നിനക്കൊക്കെ ഏതേലും POV നമ്മളെ ഈ സിറ്റി കയറിയിട്ട് നമ്മളെ ഒന്ന് ട്രിഗർ ചെയ്തേ കാണിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മള് ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ആനമുട്ട പുഴുങ്ങി തരാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആനയിറച്ചി പുഴുങ്ങി തരും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ കണ്ടന്റ്. തൂറാൻ പൊട്ടിയിരിക്കാൻ കാണുന്നുണ്ടോ ചേട്ടാ? ഈ ചെറുപഴം എന്താവില്ല? നമ്മളെപ്പോലും ചിരിച്ചോണ്ടിരിക്കണേ. ഒന്ന് മാറിയിട്ട് അപ്പുറത്ത് ഒറ്റയ്ക്ക് തിന്നതിന് കൊണയൊക്കെ വരത്തുള്ളൂ. നാക്കൊക്കെ പുറത്തിട്ടു. അയ്യോ കബ്ബിന്നൊക്കെ മറ്റേ അയ്യോ ബ്രോ, സോറി കേട്ടോ ബ്രോ. കുഴപ്പമൊന്നുമില്ല ബ്രോ, കുഴപ്പമില്ല. വണ്ടി ആവുമ്പോ ചിരിക്കുന്നല്ലേ അവിടെ ഇരുന്ന് മുക്കിളിട്ട്. അല്ലെ നീ വണ്ടി കൊണ്ടുകേട്ടാ. വീണ്ടും പേര് കേട്ടോ, പൊട്ടിരിക്കോ മനസ്സിലായ? ചിരിക്കാൻ പറ്റൂല, ചിരിക്കാൻ പറ്റൂല ഇപ്പൊ സിറ്റിയില്. ഇതല്ലേ എടാ സൂര്യ കൺഫേം ആയിരുന്നു. മുട്ടയെ നിർത്തി വായി വെച്ച മേലെ ചിരിച്ചു വിട്ടു നീ ചെയ്യടാ. താളം വിടാ, ഇവന്മാരെ പോയിട്ട് ഉള്ളോടെ. ഞാൻ എന്നെ ഓസ്റ്റേ എടുക്കാൻ 2 വട്ടം അടിച്ച് എന്നെ ഓസ്റ്റേ എടുക്കണോ? നിന്നെ 10 കൊമ്പൻ വന്നാൽ എന്നെ ദേഹത്തോടത്തില്ല, മനസ്സിലായടാ? ദേഹത്തോടത്തില്ല, എന്നെ തൊട്ട് ഞാൻ മനസ്സിലായില്ല. പണ്ണിവിട് ഒരത്തി വണ്ടി ഇടിച്ചപ്പോ ഒരഞ്ഞു പോയി. ആരെ സാധനം ഒരഞ്ഞു വണ്ടി ഇടിച്ചപ്പോ എത്ര നാളുണ്ട് ഉണ്ടാക്കണം? ഞാൻ കുറെ നാളെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ. എനിക്കറിയാം എന്റെ പിള്ളേർ എന്റെ കൂടെ എങ്ങനെയാ നിൽക്കുന്നതെന്ന്. ഇന്ന് എനിക്ക് വാർ അടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവന്മാർ ഇത് അടിച്ചു തന്നത് അതുകൊണ്ടാണ്. നിന്റെയൊക്കെ പോലെ ഹാക്കിട്ട് പിടിച്ച് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് മാസാക്കി കാണിച്ചു. ഒന്നും പറയാനില്ല. ബിജിഎമ്മിന്റെ ആ ഒരു വെയിവ് ഉണ്ടോ പോകുന്നേ?
കണ്ണിൽ ചിക്കൻ കറി ഒഴിച്ചവന്റെ ഒക്കെ പാസ്റ്റ് ഒക്കെ എനിക്ക് ഇരുന്ന് പറയേണ്ടി വരും. നമ്മള് കുറെ കഥകൾ കേട്ടതാണ്. തൊടത്തില്ല കേട്ടോ, രോമത്തിൽ തൊടത്തില്ല. എന്നിട്ടാണ് അവന്റെ കൊണ അവൻ ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. പെണ്ണാച്ചി ഡോമിനിക്ക് CBSE മെത്തഡിയൊക്കെ നിന്റെ മറ്റേ കൂടുതലാവും ഉപ്പുള്ളാടുന്നതായി നമ്മ അടുത്തോണ്ടാ ഇനിയും ചിരിക്കും. നീ മീറ്റിങ്ങിന് വരുമ്പോ നിന്നെ അവിടെ ചിരിക്കും. ഏതോ ഒരു പറഞ്ഞായിരുന്നു ഊക്കർ വന്നാ നീയൊക്കെ മൂഞ്ചും. ഞാൻ വന്നിട്ടുണ്ടാ കണ്ടം കഴിവേറി വീഡിയോ മാത്രമേ നടക്കുള്ളൂ. പലത്തി കളയുന്ന പിള്ളേരാണ്. ഉക്കറിനൊക്കെ വന്നാ ഉക്കറും വാങ്ങടി. അത്രേ ഉള്ളൂ കേട്ടാ. അത്രേ ഉള്ളൂ. വായി കിട്ടിയത് കണ്ടതാ. ഇനിയാണ് എന്റെ ഷോ. വല്ലാത്ത ജീവിതം തന്നെയാണോ നിന്റെ? വന്നിട്ട് ഇനി കുറയ്ക്കുമ്പോണ്ടല്ലോ അവന്റെ അണ്ണാക്കി തോക്ക് എന്നെ തൊട്ടെന്നറിഞ്ഞ ഉറപ്പാണ്. നീയൊക്കെ കരുതി വെച്ച വാസന വരും. എന്നെ തൊട്ടെന്നറിഞ്ഞ നീയൊക്കെ ഉറപ്പിച്ചു വെച്ചോ. എന്റെ അണ്ണന്മാരെയാണ് ചോദിക്കാൻ. എന്റെ പിള്ളേരെ തൊടുകണം. ഓ അളിയ ഫ്രെയിമിൽ ഇങ്ങനെ ഓരോരുത്തരോരുത്തർ വരുന്നത് നിങ്ങളെയാണ്. എന്റെ അളിയ ഫ്രെയിം ഷൗട്ടക്സ് സ്കോർ ചെയ്തേട്ടാ. ഷൗട്ടക്സിന്റെ അണ്ടി പോടെ ഗുണന്റെ കണ്ണു നിറക്കി നമ്മളങ്ങ് ചത്തുപോവല്ലോ. പിന്നെ അവ കൊന്ന്. ഇത് നീ മനസ്സുകൊണ്ട് നടക്കരുത്. നിന്റെ കയ്യിലാവന്മാരെ കിട്ടും. ചതച്ചേക്കണം. അത് കുറച്ച് പേഴ്സണലാണേ. എന്തിനാ സാർ അങ്ങനെയൊക്കെ പറഞ്ഞത്? എത്ര ഫീൽ ചെയ്യുന്നറിയോ? എനിക്ക് പറയുന്നതിനൊരു പരിധിയൊക്കില്ല സാർ, എന്നാലും അങ്ങനെ പറഞ്ഞത്. ബ്രോ ടുക്ക് ഇറ്റ് പേഴ്സണൽ. ഇന്നല്ല നീയൊക്കെ കളിച്ചത് ജഗത്താനോടാണ്. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്.
എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. എന്റെ അടുത്തൊന്നും ഒരുത്തനും വളർത്തിയെടുക്കാനാവില്ല സാർ. ഇതാണ് സാർ എന്റെ ബ്രാൻഡ്. ടിവിയിലെ ഒരു അടിപ്പടമാണ് നിങ്ങളിപ്പോ കണ്ടത്. ടിവിയിലെ ഒരു അടിപ്പടം. എന്റെ അളിയ ഈകള് പറഞ്ഞാൽ ഇതിൽ ഇമോഷണൽ സീൻ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മള് തോറ്റില്ലല്ലോ ഒരിടത്തും. ഷോട്ടക്സ് വേറെ ലെവലടാ സീൻ, അടിപൊളി. എന്റെ ഫ്രെയിമാടാ, എന്ത് രസാ ഫ്രെയിം. നമുക്ക് ഈ എന്താ പറയാ ഫ്രെയിമൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്, നൈസായിട്ടുണ്ട് ഭയങ്കരമായിട്ട്. പൊളിയടാ, പൊളി ഷോട്ടക്സേ.